ഭരതനാട്യം നമുക്കറിയാവുന്ന പോലെ തന്നെ OTT-യിലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഒരു തിയേറ്ററിൽ വെച്ചിരിക്കാത്തൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇനിഷ്യേറ്റീവിൽ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം, ഇത് തിയേറ്ററിൽ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഇനിഷ്യേറ്റീവിൽ എടുത്തിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻസ് എന്തായിരിക്കും മോഹിനിയാട്ടത്തിൽ? ഭരതനാട്യം ഇപ്പോൾ OTT-യിൽ സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും തിയേറ്ററിൽ അത് വർക്കൗട്ട് ആവാതെ പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് വരുന്ന റിവ്യൂസിൽ നിന്നും പിന്നെ നമ്മുടെ ഒരു അനാലിസിസ് മനസ്സിലാവില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടായിരുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അതിലൊട്ടേക്ക് പടം ചെയ്യണം എന്നുള്ളത് ആ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. കുറേ കൂടെ ഇവൻറ്റ് ഫുള്ളാക്കണം. ഭരതനാട്യം ഒരൊറ്റ ഇവൻറ്റിലായിരുന്നു പടം മൊത്തം കറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇവൻറ്റ് ഫുള്ളായിരിക്കണം, ഓരോ പോയിന്റ് കഴിയുമ്പോഴും പടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതും നമ്മുടെ റൈറ്റിങ്ങിലുണ്ടായിരുന്നു. അതുപോലെ ഭരതനാട്യം ആക്ച്വലി ഞാൻ കോമഡി പടം എന്നുള്ള രീതിയിലല്ലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്തത്. ഒരു ഫാമിലി ഫീലും പടം ഹ്യൂമർ ഫ്ലേവറിൽ പറയുന്നു എന്നേ ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും കുറേ പേര് പറഞ്ഞു കോമഡി കുറവായിരുന്നു എന്നും കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അതിൽ തീർക്കാത്തതുകൊണ്ട് കോമഡിയും നമുക്ക് വേണ്ടോളം വേണം എന്നുള്ളതുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടായിരുന്നു നമ്മളിതിലോട്ടേക്ക് എത്തിയത്. മോഹിനിയാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഹ്യൂമറാണ്, ഒപ്പം തന്നെ ഒരു ചെറിയൊരു ക്രൈം സംഭവിക്കുന്നുണ്ട്. അത് ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ക്രൈമിനെ എങ്ങനെ നോർമലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു ലീഗൽ സൈഡ് ഉണ്ടാവുമോ, അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ അങ്ങനെ അതിലോട്ട് കൂടുതൽ പോകാറില്ല. കാരണം എല്ലാതരം സിനിമകൾ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്തരം സിനിമകൾ കാണാൻ എനിക്കിഷ്ടമാണ്. കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ട് ആൾക്കാരെ കൊല്ലാൻ പോയില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെ എടുക്കുന്നൊരു വലിയൊരു സമൂഹം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സിനിമയാണ് ഇപ്പോൾ അതങ്ങനെ പോയ പോലെ. സൈജേട്ടാ നമസ്കാരം. സൈജേട്ടൻ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, ഒരു ട്രെയിലറിൽ അല്ലെങ്കിൽ ഒരു സിനിമ പൂജയ്ക്ക് അന്ന സമയത്താണ് ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞത് മോഹിനിയാട്ടം ഭരതനാട്യം കഴിഞ്ഞ് ഇനി ഒരു മോഹിനിയാട്ടം തുടങ്ങാൻ പോവാണ് എന്ന്. അന്ന് എല്ലാവരും അതൊരു തമാശയായിട്ടായിരുന്നു എടുത്തത്, ഒരു ട്രോള് പോലെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു. പക്ഷെ ആ പറഞ്ഞ വാക്ക് ഇന്നത് യാഥാർത്ഥ്യമായി പ്രേക്ഷകർ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഏറ്റെടുക്കുന്നു. തിയേറ്ററുകൾ ഭയങ്കര രസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു എന്താ പറയുക, ഇത് കഷ്ടപ്പെട്ട് ജയിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ, ആ ഒരു കിക്കിലാണ് ചേട്ടൻ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എങ്ങനെ തോന്നി ഈ ഒരു മൊമെന്റ് ഫീൽ ചെയ്യും? നമ്മൾ അന്ന് കളിയാക്കിയവരും അല്ല അന്ന് വേണ്ടെന്ന് പറഞ്ഞവർ ഇന്ന് വന്നിട്ട് ബാബു എന്ന് പറഞ്ഞ് കിട്ടുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, എങ്ങനെ ഫീൽ ചെയ്യും? അതങ്ങനെയാണല്ലോ. അത് കൊച്ചിലോട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് തേർഡിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കുറവായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിന് നമുക്ക് നമ്മളെ വലിയ വിലയൊന്നുമില്ല. മോണിറ്റർ ആക്കുന്നത് അപ്പോൾ മോണിറ്റർ 1, 2, 3 കാണും. മോണിറ്റർ ആക്കുന്ന നല്ലപോലെ പഠിക്കുന്ന പിള്ളേരെയായിരിക്കും മോണിറ്റർ ആക്കുന്നത്. പക്ഷെ അവർക്ക് മോണിറ്റർ ആകാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നോക്കാറില്ല. ഇവന് കഴിവുണ്ടാകും, പഠിക്കാൻ നല്ലതാണെങ്കിൽ ഇവന് സ്പോർട്സിലും കഴിവുണ്ടാകും, ഇവന് മോണിറ്ററാനും കഴിവുണ്ടാകും, ഇവന് എലിക്യൂഷനും പോലും കഴിവുണ്ടാകും എന്നൊക്കെയുള്ളൊരു ധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഞാൻ സക്സസ്ഫുൾ അല്ലാത്ത സമയത്തും ഒരു ബ്രേക്ക് സിനിമയിലാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തത്. എപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് കിട്ടാം. അപ്പോൾ ഞാൻ അതിന് കാത്തിരിക്കുമായിരുന്നു. അപ്പം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അക്സെപ്റ്റൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെ അന്ന് സ്നബ് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്ത ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി അത് ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ സമയത്തും സംഭവിച്ചായിരുന്നു. സോ അതൊരു ഹാപ്പിനെസ് ആണ് ആക്ച്വലി. പിന്നെ അവർ ആ സമയത്ത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ നമ്മളിപ്പം കുറ്റപ്പെടുത്തി നടന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ ബോധവാനായാൽ, ഇപ്പം നമ്മൾ എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. നാച്ചുറലി അത് എനിക്കും അറിയാം. എൻ്റെ അഭിനയം പ്രശ്നമായിരുന്നു. ഞാനൊരു മോൺ ആക്ടറൊന്നുമല്ല. ഞാൻ സിനിമകൾ മലയാളം ഇൻഡസ്ട്രി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയം അറിയാഞ്ഞിട്ടും എനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പം മോഹിനിയാട്ടത്തിലൊന്നും നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ പല ഓടാത്ത സിനിമകളുമുണ്ട്. ഇപ്പം 150 സിനിമകളല്ല, അതിനകത്ത് ഓടാത്ത സിനിമകൾ ഉണ്ട്. ഓടാത്ത സിനിമകളിൽ ഞാൻ ഒരിക്കലും എനിക്ക് ഗിൽറ്റ് ഫീലിങ്ങോ റിഗ്രറ്റോ ഒന്നുമില്ല ആ സിനിമകൾ ചെയ്തതിൽ.
കാരണം ആ സിനിമകളില്ലായിരുന്നെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടില്ല. അതെല്ലാം ഓരോ സിനിമകളും എൻ്റെ മൈൽ സ്റ്റോൺസ് ആയിരുന്നു. ഓരോ മേക്കേഴ്സും, ഓരോ പ്രൊഡ്യൂസേഴ്സും, ഓരോ റൈറ്റേഴ്സും, എല്ലാ ടെക്നീഷ്യൻസും, ഇവരൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് എൻ്റെ കരിയറിൽ. ബട്ട് താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു കിക്കെന്ന് എനിക്കറിയില്ല, അതിനൊരു കറക്റ്റ് വേർഡ് കിക്കാണെന്നറിയില്ല, നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ഒരു സ്വപ്നലോകത്താണ്. ഒരു കിളി പാറയ പോലത്തെ ഒരു അവസ്ഥ. പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം ഈ പോസിറ്റീവ് റെസ്പോൺസ് ഒരുപാട് വരുന്നുണ്ട്. അത് 1-2 ദിവസത്തേക്കാണല്ലോ കേട്ടോ. ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു, ഇന്ന് 2 ദിവസം, നാളെ കിളി തിരിച്ചു വന്നു. അപ്പോൾ അത് ടെൻഷനില്ല. എന്നുവെച്ചാൽ എനിക്കറിയാം, എനിക്ക് എൻ്റെ ഇമോഷൻസ് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം അച്ഛനെ പറ്റി ആലോചിച്ചു പോയി. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാൻ വീട്ടിൽ ഭയങ്കര ഇമോഷണലാവും അച്ഛനെ പറ്റി ഓർത്തിട്ട്. അമ്മ എപ്പോഴും പറയും, എടാ അച്ഛൻ ജീവിച്ചിരുന്ന അത്രയും കാലം സന്തോഷവാനായിരുന്നു. നിന്റെ ഒരു നല്ല സിനിമ തീവണ്ടി കണ്ടിട്ടാണ് അച്ഛൻ മരിച്ചത്. അച്ഛന് ചേർത്തലയിൽ ചിത്രാഞ്ജലി പോയിട്ട് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് പാരഡൈസിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഹൗസ്ഫുള്ള്. ആ സന്തോഷത്തിലാണ് അച്ഛൻ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ശരിയാണ്, അച്ഛൻ നല്ലപോലെ ഇരുന്നപ്പോൾ തന്നെ പോയി എന്നൊക്കെ അമ്മ പറയും. അതുകൊണ്ട് നീ സന്തോഷിക്കുക, അച്ഛൻ ബെഡ് റിട്ടേൺ ആയിട്ടല്ല പോയത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ അച്ഛൻ പോയില്ലേ, അതാണ് എൻ്റെ വിഷമം. അപ്പോൾ അച്ഛൻ ഈ ദിവസം ജീവിച്ചിരിപ്പില്ലല്ലോ. അമ്മ ഇന്ന് രാവിലെ പറഞ്ഞപ്പം 21 വർഷത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പം അച്ഛനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളിന്ന് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇമോഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്കും അച്ഛനെ പറ്റി തന്നെയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ആയത്. എനിവേസ് സോറി പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു എന്താണ് പ്രസ് മീറ്റിൽ ചിലപ്പോൾ അങ്ങനെ വന്നുപോയാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം നാളെ തൊട്ട് ഞാൻ വളരെയധികം നോർമലായിട്ട് റിയാലിറ്റിയിലേക്ക് വരുന്നതായിരിക്കും. പോയകളി മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് എന്ന് ഓർക്കുന്ന സൈനിക്കുറിപ്പ് എന്ന് പറയുമ്പോൾ അറക്കലമ്പു എന്ന് ഓർക്കുന്ന മലയാളികളുണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പോൾ പോയ കളി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് കളികൾ പോകാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അല്ലല്ല, ആ സമയത്തൊന്നും കളി പോയിട്ടില്ല കേട്ടോ. സീരിയസ്ലി ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ കിളി പോകൽ പല ടൈപ്പ് ഉണ്ടല്ല. ഇപ്പൊ ഹാപ്പിനെസ് കൊണ്ടുള്ള കിളി പോകലാണ്, അത് ആദ്യത്തെ പ്രാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പം പല ക്യാരക്ടേഴ്സും എൻ്റെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴത്തെ അങ്ങനെ കിളി പോയിട്ടില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണോ? എൻ്റെ ഒരു സിനിമയ്ക്ക് ഇത്രയും റിവ്യൂസ്. അവർലി ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്നെ വിളിച്ചു, ചേട്ടാ ഇന്നലെ വരെ 1.5 വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ പെർ അവർ ടിക്കറ്റ് ബുക്കിങ്സ്. അപ്പോൾ പുള്ളി എനിക്ക് ടാർഗറ്റ് തന്നിട്ടിരിക്കുക. ഇതായിട്ട് ഞാനാണ് ആൾക്കാരെ വിടുന്നുള്ള പോലെ. ഇന്ന് 2 to 3,000 അടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിഥുൻ ഇന്നടിക്കുന്നത് സാറ്റർഡേ അല്ലേ, അപ്പോൾ ഉറപ്പടി അടിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2.35 എന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തേക്ക് പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഉണ്ട് പുള്ളി വിധം മാറ്റി. ചേട്ടാ 3 to 4 വരണം കേട്ടോ എങ്ങനെയെങ്കിലും. ഞാൻ ഇങ്ങനെ ടാർഗറ്റ് തരാതെ, ഈ ടാർഗറ്റ് സെയിൽസിൽ തന്നതുകൊണ്ടാണ് ഞാൻ സെയിൽസ് വിട്ടിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ടാർഗറ്റ്. അപ്പൊ അങ്ങനെയാണ് സംഭവം. താങ്ക് യു. ഇവിടെ മിഥുൻ ചേട്ടനാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പടം സെക്കൻഡ് പാർട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം സൈജേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആട് 1, 2, 3 ഉണ്ട്. 1 തിയേറ്ററിൽ പരാജയമായിരുന്നു. ഇവിടെ ഭരതനാട്യം നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ പരാജയമായ സിനിമ സെക്കൻഡ് പാർട്ട് ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൈജ ചേട്ടനൊരു ലക്കി സ്റ്റാറായിട്ട് മാറുകയാണ്. അതായത് ലക്കി സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് പാർട്ട് എന്നെ വെച്ച് ചെയ്തിട്ട് ഓടിയില്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്യണമല്ലോ ആരെങ്കിലും. അങ്ങനെ ഒരു നിർമ്മാതാവ് വരില്ല. സെക്കൻഡ് പാർട്ട് ഓടുവിനെ വെച്ച് ചെയ്താൽ ഫസ്റ്റ് പാർട്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അങ്ങനെ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്ത് ഇനി ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെയും ദാസൻ്റെയും തോമസ് ചേട്ടനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ല. തോമസ് ചേട്ടൻ എന്തായിരുന്നു വിഷൻ സ്വപ്നം മൗനേട്ടം കൊണ്ടുള്ളത് എനിക്കറിയില്ല. ഞാനും ദാസനും ഒരേ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുള്ളൂ. മിഥുനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്.
അതായത് ആടിന് ഫസ്റ്റ് വീക്കിൽ ഒരു ദിവസം വന്ന് കളക്ഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. അതായിരുന്നു നമ്മുടെ ഒരു, ഇപ്പം പലയിടത്തും മറ്റേ 50 crores 100 crores എന്നൊക്കെ കമൻസും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നുമല്ല, നമ്മുടെ സ്വപ്നം ഇതായിരുന്നു ടോട്ടൽ. അത് ഭരതനാട്യത്തിന് മൊത്തത്തിൽ വന്ന കളക്ഷൻ അല്ലേ 2 വർഷം മുമ്പ്. അത് ഞങ്ങൾക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അതിനേക്കാളും കൂടുതൽ ഓൾമോസ്റ്റ് 1.5 ആണ് കേട്ടോ കാൽക്കുലേഷൻ പറയുന്നത്. 1.5 മടങ്ങല്ലേ, 1.5 മടങ്ങ് കൂടുതലാണ് നമുക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കളക്ഷൻ വന്നത്. അപ്പൊ പിന്നെ കിളി പോകില്ലേ? ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പോൾ ആദ്യത്തെ പടത്തിൽ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരുടെ റിയാക്ഷൻസ് എല്ലാം കാണുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഫ്ലോപ്പാണ് അല്ലെങ്കിൽ വിചാരിച്ച കളക്ഷൻ കിട്ടിയില്ല എന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേ ടീമിനോട് രണ്ടാമതൊരു ചിത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരുതരം വാശിയാവാം. അപ്പം ഈ പടം വിജയിപ്പിച്ച് മോശം പറഞ്ഞിറങ്ങുന്നത് നല്ലത് പറയിപ്പിക്കും എന്നൊരു പ്രൊഡ്യൂസറുടെ വാശി കൂടെ ആവാം. ഇന്ന് ആ വാശി സക്സസ്ഫുൾ ആയി നിൽക്കുകയാണ്. വാശി അല്ല, അതിലെ ഇതെൻ്റെ 9ാമത്തെ സിനിമയാണ്. അപ്പം സൈജുവും ഞാനും കൂടെ ഇത് 4ാമത്തെ സിനിമയാണ്. മെഹൂം മൂസയിലെ ആണ് ഞാൻ സൈജുവിനെ പരിചയപ്പെടുന്നത്, യഥാർത്ഥത്തിൽ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അത് കഴിഞ്ഞ് ഞങ്ങൾ പാപ്പച്ചനുള്ളിലാണ് ചെയ്തു, ഭരതനാട്യം ചെയ്തു, മോഹിനിയാട്ടം ചെയ്തു. ഇതിലെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് ഭരതനാട്യം നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം അതിലുണ്ടായിരുന്ന സിനിമ നന്നായിട്ട് വന്നു, OTTയിൽ ഭയങ്കര അപ്രിസിയേഷൻ വന്നു. പക്ഷേ കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപനം കളഞ്ഞിട്ട് ഇവിടെ വന്ന് സിനിമയായിട്ട് നടക്കുമ്പോൾ ഞാനും ഈ സിനിമ ആഗ്രഹിച്ച് നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ജോലി തേടി വിദേശത്ത് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആൾ കലാപരമായിട്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പം കൃഷ്ണദാസിന് എത്രമാത്രം കഴിവുണ്ടെന്നും കൃഷ്ണദാസ് എഴുതിയാൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് തിരിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് എഴുതുകയും നന്നായിട്ട് കൃഷ്ണദാസ് ചിരിക്കത്തില്ല ഒത്തിരി. നമ്മൾ കോമഡി പറഞ്ഞാൽ ഒത്തിരി ചിരിക്കും. ഇപ്പം ഞാൻ എന്തെങ്കിലും കൃഷ്ണദാസിനെ വിളിച്ച് ഒരു കോമഡി ഒരു സാധനം പറഞ്ഞാൽ നമുക്കിങ്ങനെ ആക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ കൃഷ്ണദാസിന് ഒരു ഡയലോഗുണ്ട്, ആ ചേട്ടാ ഇത് മാത്രമേ പറയത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ. പക്ഷേ കൃഷ്ണദാസ് നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരനാണ്. മലയാള സിനിമയ്ക്ക് കൃഷ്ണദാസ് വേണം എന്നുള്ള യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമാണ് മോഹിനിയാട്ടം. ചേട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അധ്യാപകന്റെ ലൈഫിൽ നിന്ന് ഒരു സിനിമയിൽ ഇറങ്ങി ഇപ്പോൾ ഒരു എന്താ പറയാ മലയാള സിനിമയിൽ ഒരു വാഗ്ദാനം തന്നെ പറഞ്ഞ പറയാൻ പറ്റും. അപ്പൊ പറ്റില്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകർ ഇങ്ങനെ എല്ലാം ഒരു നോർമൽ ഒരു എല്ലാ എല്ലാ ടൈപ്പ് ഓഡിയൻസ് ഉണ്ട്. ഫാമിലി ഓഡിയൻസ് ഉണ്ട്, യൂത്തിന്റെ ഉണ്ട്, ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്, നാടകം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരേപോലെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ മോഹിനിയാട്ടത്തിൽ എല്ലാ ടൈപ്പ് ഓഡിയൻസ് ഒരേപോലെ എൻജോയ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ചില ഫാമിലിയായിട്ട് കാണുന്ന ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്നത്, കോമഡി ചെയ്യുമ്പോൾ ഡാഫിംഗ് എൻജോയ് ചെയ്യുന്നത്, അത് ചെറിയൊരു പ്രോസസ് അല്ല. എത്രത്തോളം ടഫായിട്ടുണ്ട് അത്. ശരിക്കും നമുക്കൊരു പേടി ഉണ്ടായിരുന്നത് സീക്വൽ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന തോമസ് ചേട്ടൻ സൈജുവിനെ വിളിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ഭരതനാട്യം പോലെ തന്നെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഭരതനാട്യം തന്നെ ഞാൻ ഒരു 3 വർഷത്തോളം കാലം തലയ്ക്കകത്തുണ്ടായിരുന്നു. വീണ്ടും അതേ അച്ഛൻ തന്നെ വാർത്തയിൽ പടം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എഴുത്തിലാണെങ്കിൽ പോലും നമുക്ക് ബോറടിക്കുന്നൊരു പരിപാടിയായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് ഡാർക്ക് ഹ്യൂമർ ചെയ്യണമെന്ന് വേറെ സബ്ജക്റ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലൊരു തോമസ് ചേട്ടൻ വന്നത് പറഞ്ഞത്. പിന്നെ രണ്ടോട്ട് ആലോചിച്ചപ്പോൾ ഒരു പടം കോട്ടയ്ക്ക് കിട്ടുന്നില്ല, വെറുതെ കളയാതെ കിട്ടാച്ചിട്ട് പിന്നെ മോഹിനിയാട്ടത്തിലേക്ക് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പേടി ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വന്ന സിനിമയ്ക്ക് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് എല്ലാവരോടും എത്താറില്ല. ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസിന് മാത്രമാണ് വർക്ക് ആവാറുള്ളത്.
കൂടുതൽ ഫാമിലി ഓഡിയൻസിലോട്ടേക്ക് അത് എത്താറില്ല എന്നുള്ളൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കത് അധികം ഇഷ്ടപ്പെടാറില്ല എന്നുള്ളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് വർക്ക് ചെയ്യാനും ഒരു കിക്കായിരുന്നു. കാരണം നമുക്ക് ഈ ഫാമിലിനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അപ്പോൾ ഈ ഫാമിലിയെ യൂസ് ചെയ്തുകൊണ്ടൊരു ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ പടത്തിൻ്റെ ചീഫായിട്ടുള്ള സാംസൺ എപ്പോഴും പറയുന്നു, ആളെ ഇവിടെ ഈ ഡാർക്ക് ഹ്യൂമർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ ഓഡിയൻസ് ഉണ്ട് ഇവിടെ. മലയാളത്തിൽ വന്ന ഡാർക്ക് ഹ്യൂമർ സിനിമകളൊക്കെ അവർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒരു ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ് ഇവിടെ വന്നിട്ടില്ല. അതാണ് അവനും ഈ പടത്തിലൊരു കിക്ക് ഉള്ളതെന്ന് പറഞ്ഞു. നമുക്ക് അതടിക്കാൻ പറ്റുമോ നോക്കണം എന്നുള്ളതാണ് എപ്പോഴും പറയായിരുന്നു. ശരിയാണ്, ഒരു ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ് വന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ പ്രധാന കാരണം ഫാമിലി ഓഡിയൻസ് ഒന്ന് ബാക്ക് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് അടിക്കണം എന്നുള്ളൊരു ഹൈ നമുക്ക് ഉണ്ടായിരുന്നു. ആദ്യമേ പേടിയുണ്ടായിരുന്നു, പക്ഷേ ഈ ജോണറിന് അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നുള്ളത് നമുക്കത് മാക്സിമം ചെയ്യാൻ പറ്റും. സ്റ്റിൽ മാക്സിമം ഇപ്പോഴും ചെയ്തിട്ടില്ല. കാരണം ഈ ഫാമിലി ഓഡിയൻസിനെ തന്നെ മനസ്സിൽ കണ്ടു എന്നുള്ളതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ സ്ക്രിപ്റ്റിലും അല്ലെങ്കിൽ തോമസ് സാറിനോടൊക്കെ ഞാൻ ഇതിൻ്റെ ആദ്യം പിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ റൈറ്റിംഗ് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ ഫാമിലി ഓഡിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം പേടിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ഇപ്പോൾ തിയേറ്ററിലോട്ടേക്ക് ഈ ഒരു ജോണർ കാണാൻ കുടുംബമാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടും, എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് ഏറ്റവും കൂടുതൽ കൈയടിച്ച് ചിരിക്കുന്നതൊക്കെ ഫാമിലീസാണ്. അപ്പോൾ അതിലൊരു അങ്ങനെ നമുക്ക് ഫാമിലീസിനെ ജോണറിലോട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ അത് പ്രശ്നമായി തോന്നില്ലേ ഓഡിയൻസിന് എന്നുള്ളത്. പക്ഷെ അവരെല്ലാവരും ചിരിച്ചിട്ടാണ് വരുന്നത്. ഡാർക്ക് ഹ്യൂമറായിട്ട് തന്നെ എടുക്കാൻ നമ്മുടെ ആളുകൾക്ക് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസറൊക്കെ ആവും ആളുകൾ, ഇല്ലെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ അതൊരു നമ്മളത് അവതരിപ്പിക്കുന്നത് പോലെ ഉണ്ടാവും. നമ്മൾ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരിക്കലും മോനേട്ടൻ കണ്ട ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇന്ന് ഒരുത്തനെ തട്ടി ചാറ്റിലാക്കാം എന്ന പ്ലാനോട് കൂടി പോകില്ല എന്നൊരു വിശ്വാസം ആദ്യമേ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഭരതനാട്യം വെച്ച് നോക്കി കഴിയുകയാണെങ്കിൽ അതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ സ്ലൈറ്റ്ലി ഒരു ജോണർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഡാർക്ക് അലണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് ടൈം ഭരതനാട്യത്തിനോട് അതേ നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ രണ്ടാം ഭാഗം ചെയ്യാമെന്ന് സൈജേട്ടനാണ് പറഞ്ഞതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം ഓക്കെ പ്രൊഡ്യൂസറാണ് പറഞ്ഞത്. ചേട്ടന് ഇത്തരത്തിൽ ഒരു സീക്വൽ പോലെ ചെയ്യാവുന്ന പ്ലാൻ ഉണ്ടായിരുന്നു പറയുന്നതിന് മുമ്പ്? ഇല്ല, ഒരിക്കലും. അപ്പം പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം തോന്നിയ ഒരു തോട്ടും പിന്നെ അത് ഈ ഒരു വർക്കിലേക്ക് സ്ക്രിപ്റ്റിലേക്ക് വന്നപ്പോൾ ആ ജേണി എങ്ങനെയായിരുന്നു? അല്ല, അന്നേരം തോന്നിയ തോട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് വേണോ എന്നത് തന്നെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് തിയേറ്ററിൽ വർക്കായില്ലെങ്കിലും OTT ഇപ്പോൾ നമുക്ക് നല്ല പേര് കിട്ടി. അപ്പോൾ ഒരു ആവേശപ്പുറത്ത് നമ്മളൊരു സീക്വൽ ചെയ്യാനായിരുന്നു. അപ്പോൾ കിട്ടിയ നല്ല പേര് വെറുതെ ചീത്തയാക്കണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് കേട്ടിട്ട് സാധ്യം. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. ഇതിനൊക്കെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തോളുന്നത്. കാരണം എന്ത് കാര്യത്തിനാണ് ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് എന്നുള്ള ചിന്ത, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ടൊരു സെക്കൻഡ് പാർട്ട് സ്കാം എന്ന് പറയുന്നൊരു സംഭവം നടക്കുമ്പോൾ നമ്മളും അതിലോട്ടേക്കൊക്കെ പോകും. വെറുതെ OTTയിൽ ഹിറ്റടിച്ചെന്ന് പറഞ്ഞ് പോകുമ്പോൾ വെറുതെ ആവശ്യപ്പുറത്ത് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളൊരു സംസാരം എന്തായാലും ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അത് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് വേണോ എന്ന് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതേ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് നമുക്ക് പുതിയ കഥ ആലോചിച്ച് നോക്കാൻ ചേട്ടാന്ന് വെച്ചപ്പോൾ അല്ല, നമുക്ക് ഭരതനാട്യം തന്നെ സീക്വലിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുന്ന തോമസ് ഏട്ടൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഒരു നാട്ടുപുറം ഫാമിലി ഡാർക്ക് ഹ്യൂമർ പരിപാടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മുമ്പോട്ടായിരുന്നു. ചില സീക്വൻസുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ ഫാമിലിയിൽ ഞാൻ തിരിച്ച് നമ്മുടെ ഫാമിലിയാക്കി. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ആ സീക്വൻസുകൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരോട് പറയായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ജോണർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭരതനാട്യം പോലെ തന്നെ ആയിരിക്കില്ല. അത് അങ്ങനെ തന്നെ ചെയ്താൽ ചിലപ്പോൾ സ്കാമായി പോകും. ഒരു OTTയിൽ വർക്കായ സാധനം അതേപടി തന്നെ ഒരു ഫോർമുല ചെയ്ത് തിരിച്ച് വീണ്ടും തിയേറ്ററിലോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതൊരു തട്ടിപ്പ് ഫീല് തോന്നും ആളുകൾക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ പണിയെടുത്തു എന്നുള്ളത് നമുക്കും തോന്നണം, ഓഡിയൻസിനും തോന്നണം. അങ്ങനെയാണ് ജോണർ ഷിഫ്റ്റിലോട്ട് പോയത്. പ്രേക്ഷകരെല്ലാം അടുത്തൊരു ഭാഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ നീതി പുലർത്തിയിട്ട് തന്നെ, അല്ലെങ്കിൽ വേറെ ഇതേ ഫാമിലി തന്നെ വേറെ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള രീതിയിലായിരിക്കുമോ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇപ്പം നിലവിൽ? അല്ല, ഭരതനാട്യം കഴിഞ്ഞ സമയത്ത് നമുക്ക് മോഹിനിയാട്ടം പ്ലാൻ ഉണ്ടായിരുന്നില്ലേ. അപ്പം മോഹിനിയാട്ടം കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിയട്ടെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ വിനയിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം, ഇപ്പം ഭരതനാട്യത്തിൽ ഇല്ലാത്ത ഒരുപാട് കഥാപാത്രങ്ങളാണ് മോഹിനിയാട്ടത്തിൽ വന്നിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അവരെ പറ്റിയെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും സംസാരിക്കുന്നുണ്ട്. കാരണം പ്രത്യേക വേറൊരു വേൾഡാണ്, അതിലേക്ക് ഇതൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് എല്ലാം. ഇപ്പോൾ പോലീസുകാരനാണെങ്കിലും താടി വെച്ച് പോലീസുകാരൻ അധികാരം ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴും ഒരു കഥാപാത്രത്തെ കൺവിൻസ് ചെയ്തപ്പോഴും? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3-4 സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപക്ഷെ വലിയ പേരുകളൊക്കെ ഉണ്ട്, വലിയ സംവിധായകർ, അല്ലെങ്കിൽ ഒരുപാട് വലിയ ബഡ്ജറ്റിൽ എടുക്കപ്പെടുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടുള്ളതിലും, അല്ലെങ്കിൽ ഞാനൊരു പുതിയ സംവിധായകനെ എഴുത്തുകാരൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു മോഹിനിയാട്ടത്തിൻ്റെ. ഒന്ന്, എനിക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും അങ്ങനെ ഇവരുടെ അത്ര സ്ക്രീൻ സ്പേസ് ഇല്ലല്ലോ. എന്നിട്ട് കൂടി ഞാൻ ആസാനാക്കി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പലപ്പോഴും ഞാൻ എപ്പോഴും ഈ വ്യക്തിബന്ധങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ തോമസ് തന്നെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ സൈജു എന്നെ സംബന്ധിച്ച സിനിമയിൽ തന്നെ എനിക്ക് ഏറ്റവും അടുപ്പം സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ മറ്റേ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കൃഷ്ണനോടും പിന്നെ സാംസണോടൊക്കെ ഞാൻ ഭയങ്കര കണക്റ്റഡായി. അപ്പോൾ നമ്മൾ അത്തരം ഒരു കണക്ഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര, അതായത് എനിക്ക് പരിമിതിയുണ്ട് ആസ് ആൻ ആക്ടർ, പക്ഷെ ഞാൻ എൻ്റെ പരിമിതികൾ ബ്രേക്ക് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ ഓൾറെഡി കൃഷ്ണമ്മ എന്നോട് ഈ കഥ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹൈ വോൾട്ടേജ് ഫുൾ എനർജി വരുന്ന പോലെ നമുക്കിത് ക്യാരക്ടറൈസ് ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഉള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇനീഷ്യൽ ഡേയ്സിൽ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാനായിരുന്നു കൂടുതലും, അല്ലെങ്കിൽ നമ്മളെ വെച്ചിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യുകയും അത് പല സ്പേസിൽ ചെയ്യാൻ പറ്റാറില്ല. ഞങ്ങളൊരു സീൻ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുത്തു. അപ്പോൾ ആ ഷോട്ടിൽ അൾട്ടിമേറ്റ്ലി മറ്റേ ഡയറക്ടറിൻ്റെ ഡിസിഷൻ അല്ല. അപ്പോൾ കൃഷ്ണൻ ഓക്കെ പറഞ്ഞിട്ടൊരു ടേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സാധാരണ സിനിമകളിൽ നമ്മൾ ഓക്കെ ടേക്കിൽ ഓക്കെയാണ്, കാരണം ഡയറക്ടറാണ് കൂടെ, ഞാൻ മോണിറ്റർ കൂടി നോക്കാത്ത ഒരു ആക്ടർ. പക്ഷേ മോഹിനിയാട്ടത്തിന് നമ്മൾ വേറൊരു തരത്തിൽ, അതിൻ്റെ റീസൺ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വ്യക്തികളോടുള്ള ബന്ധം കൊണ്ടായിരിക്കും. ആ ഓക്കെ ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സാംസണും ഞാനും കൃഷ്ണനും കൂടെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേക്ക് കൂടെ വെറുതെ എടുക്കാം. ഓൾറെഡി ഒരു ഓക്കെ ടേക്ക് ഉണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു ടേക്ക് കൂടി എടുക്കും. അപ്പൊ പലപ്പോഴും ആ ടേക്ക് നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ടേക്കിലും ബെറ്റർ ആവും. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു കൃഷ്ണൻ്റെ കൂടെ. നമുക്ക് ഭയങ്കര ക്രിയേറ്റീവ് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു നമ്മുടെ ഒരു പ്രോസസ്സ്. പിന്നെ ഈ മോഹിനിയാട്ടം നടക്കുന്നതിന് മുമ്പ് 2-3 അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്, ഞങ്ങളൊക്കെ 2-3-4 മാസങ്ങൾ ജോബ്ലെസ് ആയിരുന്നു. അതായത് ഈ പറയുന്ന ഏറ്റവും സ്റ്റാർ ഗവൺ പടങ്ങൾ മാത്രം നടക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സ്പേസിൽ മോഹിനിയാട്ടം പോലത്തെ ഒരു സിനിമയിലേക്ക്, ഇതേപോലൊരു സിനിമ മോഹിനിയാട്ടം കുറച്ചും കൂടി വലിയ സ്കെയിൽ എടുക്കപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ ഭരതനാട്യത്തിൻ്റെ സ്കെയിലല്ല മോഹിനിയാട്ടത്തിൻ്റെ. അപ്പോൾ ഒരു സംവിധായകൻ കണ്ട എല്ലാം പ്രൊവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഭയങ്കര നല്ല തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട് ഒരു സിനിമ കൂടിയാണ് മോഹിനിയാട്ടം. അപ്പോൾ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. എല്ലാ സിനിമകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഇത്തരം സിനിമകൾ വരണം, അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ അടിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സിനിമ വളരെ നന്നായിട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വാഴ 2 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഒരു വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഒരു സ്റ്റാർ, അദ്ദേഹത്തെ ഞാൻ പേര് പറയുന്നില്ല, അപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് അധികം സന്തോഷമുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞ ഒരു കാര്യം, ആബ്സല്യൂട്ട്ലി സ്റ്റാർ ഗവൺ അല്ലാത്ത ഒരുപാട് പുതിയ ആളുകളെ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാവുക, അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം സിനിമകൾ മലയാളത്തിൽ സംഭവിക്കണം. അല്ലാണ്ട് ഒരു തരത്തിൽ, അല്ലെങ്കിൽ സ്റ്റാർ ഗവൺ മാത്രം സിനിമകൾ വെച്ചിട്ടല്ല മലയാള സിനിമ ഒരു ഇന്റർനാഷണൽ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാക്കുന്നത് നമ്മളാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തരം സിനിമകളും ഇവിടെ ഉണ്ടാക്കപ്പെട്ടിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ സിനിമ വളരെ ഭയങ്കര കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട് 100 കോടി അടിക്കുന്ന സിനിമകൾ മാത്രം ഉണ്ടാകുക, അല്ലെങ്കിൽ OTT ബിസിനസ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആക്ടേഴ്സ് അല്ലാത്ത, ടെക്നീഷ്യൻസ് അല്ലാത്ത ആളുകൾ ഒരുപാട് സഫർ ചെയ്തു. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം പോലെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പൊ നമ്മുടെ മോഹിനിയാട്ടം ഓടുന്നതും അല്ലെങ്കിൽ വാഴ 2 ഓടുന്നതൊക്കെ അതിൻ്റെ ഒരു ഉത്തരം പോലെയാണ്. അതായത് നിങ്ങൾ പറയുന്ന വലിയൊരു സ്റ്റാർ ആ പടത്തിലില്ല, അല്ലെങ്കിൽ ഇത് ആ സിനിമ ഒരു 50 കോടിയിൽ നിർമ്മിക്കപ്പെട്ടതല്ല, പക്ഷെ തിയേറ്ററുകളിൽ ഒരുപാട് ആളുകൾ വരുന്നു, ആ സിനിമയിൽ ഭയങ്കര കളക്ഷൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്
ഭയങ്കര നല്ലൊരു പ്രവണതയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമക്ക് നമ്മുടെ പോലെയുള്ള സിനിമകൾ ഭയങ്കര ഗുണം ചെയ്യും. ഇനിയും ഇപ്പോൾ തോമസ് ചേട്ടനെ പോലത്തെ ഒരാൾ, തോമസ് ചേട്ടൻ സൈജും കൂടെ വന്നിട്ട് കൃഷ്ണനെ വിശ്വസിച്ച് മോഹിനിയാട്ടം പോലെ ഒരു സിനിമ ഈ സ്കെയിലിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള എല്ലാ ആക്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്ത് അത്യാവശ്യം വലിയ സ്കെയിലിൽ ചെയ്യാനുള്ള ധൈര്യം കാണിച്ചുകൊണ്ട് മാത്രമാണ് മോഹിനിയാട്ടം ഉണ്ടായത്. അപ്പോൾ ഇത്തരം സിനിമകളുടെ സാമ്പത്തികമായിട്ടുള്ള വിജയം, ഇപ്പോൾ വാഴ 2 ആയാലും മോഹിനിയാട്ടം ആയാലും, ഇനി ഒരുപാട് നമ്മുടെ കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾക്ക് വഴി ഒരുക്കും എന്നുള്ള കാര്യം. മലയാള സിനിമ എന്നും ഒരു വേൾഡ് സെനാരിയോയിലോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇന്ത്യയിൽ എല്ലാവരും പറയണ്ടല്ലോ മലയാള സിനിമയുടെ ക്വാളിറ്റിയെ കുറിച്ച്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ കൊടുത്തിട്ടുള്ള കോണ്ടന്റ് ആണ്. തെലുങ്ക് പടം പോലത്തെ സിനിമകളുടെ അപ്പുറത്തേക്ക് മലയാള സിനിമയിലെ കോണ്ടന്റുകളാണ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ സിനിമയുടെ വിജയം തീർച്ചയായിട്ടും നമുക്കൊരു ആളുകൾക്ക് വ്യക്തിപരമായിട്ട് ഗുണം ചെയ്യുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിക്കും ഭയങ്കര ഗുണം ചെയ്യും. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സൈജേട്ട, ഇപ്പം റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ റിവ്യൂവേഴ്സും നല്ല രീതിയിലുള്ള റിവ്യൂ തന്നെയാണ് പറയുന്നത്. അപ്പം എടുത്തു പറയേണ്ടത് ഇപ്പം അശ്വന്ത് ഗോക്കിൻ്റെ ഒക്കെ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കൊറിയൻ സിനിമകളൊക്കെ ആയിട്ട് മോഹിനിയാട്ടത്തേക്ക് താരതമ്യം ചെയ്യുന്നുണ്ട്. കാരണം ആ സിനിമയിൽ ഇല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ താരതമ്യപ്പെടുത്തുമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പാരസൈറ്റിന്റെ അല്ലെങ്കിലും ലൈക്ക് അത് എടുത്ത് പറയുന്നുണ്ടല്ലോ. കാരണം അത് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന അതായത് ഓവർ ടോപ്പ് വേറെ രീതിയിൽ പോകാതെ കറക്റ്റ് ഒരു മീറ്ററിലാണ്. അതായത് ഫസ്റ്റ് പാർട്ടിനോട് നീതി കൊടുത്തിൽ തന്നെയാണ് സെക്കൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ കഥാപാത്രങ്ങൾ. സുരാജനാണേലും സൈജുവിനാണേലും അവരെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് അവർ സ്കോർ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നായകൻ സൈജുവേട്ടനാണ്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെക്കാൾ അല്ലെങ്കിൽ ചേട്ടനെക്കാളും സ്കോർ ചെയ്യുന്നുണ്ടോ അത്തരത്തിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നു സിനിമ ചെയ്യുമ്പോൾ? ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഡയലോഗ് പഠിക്കുന്നില്ലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മെമ്മറി പവർ കുറവായത് കാരണം ഇവരൊക്കെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് പടപടപടാന്ന് ഡയലോഗ്സ് പറയുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ട സമയമില്ലായിരുന്നു. പിന്നെ എൻ്റെയും കൂടെ ഡയലോഗ് ഒരു 2 ലൈൻ അവരും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അത്രയും കുറവല്ല എനിക്ക് പറയേണ്ടി വരുള്ളൂ എന്ന് ഓർക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നായകനായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ നായകനായിട്ട് നിൽക്കുക മാത്രമല്ല, നിങ്ങളത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പടം നന്നാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. അപ്പോൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നന്ദുചേട്ടൻ്റെ മറ്റേ കെട്ടിത്തൂങ്ങുന്ന സീനിൽ ഇല്ലല്ലോ, അത് നന്ദുചേട്ടന് ഇമ്പോർട്ടൻസ് പോകുന്നത്, എന്നെ കെട്ടിത്തൂക്കിയാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടപെടാണ്ടിരിക്കുകയാണ് നല്ലത്. പക്ഷേ നമുക്കതിനെപ്പറ്റി വിവരം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കതിനെപ്പറ്റി വിവരമില്ല. അതുകൊണ്ട് ഈ ഡയറക്ഷന് താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഡയറക്ഷന് താല്പര്യമില്ല. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഞാൻ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത സമയത്ത് ചെന്നൈയിൽ തമിഴ് സിനിമയുടെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ഞാൻ ഹണ്ടിങ് എന്നാണ് അതിന് പറയുന്നത്, ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒരച്ച് അതുപോലൊരു പെർമനൻറ്റ് മാർക്ക് വന്നായിരുന്നു അറിയാതെ. ഫ്ലൈറ്റിലേ പോവുള്ളൂ, അതിൽ എനിക്ക് കാശില്ലെങ്കിൽ ഞാൻ പക്ഷേ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. പക്ഷേ ഇതിനെ ഞാൻ അടയ്ക്കുന്ന ക്രെഡിറ്റ് കാർഡ് അടയ്ക്കേണ്ടതില്ല. പിന്നെ അഭിനയിച്ച് രക്ഷപ്പെടുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കി അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്താണ് വൈഫ് ആൻഡ് രാമു എന്ന് പറയുന്ന സിനിമ. അതും ഓടിയില്ല. പിന്നെ പലരും പറഞ്ഞു എന്താ പിന്നെ ഡയറക്ഷൻ കൂടെ നോക്കുക, എന്തായാലും എഴുതിയല്ലോ. പക്ഷെ എനിക്കറിയാം എനിക്ക് അതിനുള്ള വിവരമില്ലെന്നുള്ളത്. നമുക്കിപ്പം അപ്പോഴത്തേക്ക് ഒരു 2012 ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അഭിനയത്തിൻ്റെ പരിപാടി മനസ്സിലായി തുടങ്ങി. അപ്പം പിന്നെ ഇത് കിട്ടുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ മറ്റേതിലേക്ക് പോയാൽ അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയാണെന്ന് ഓർത്ത് ആ ഒരു ഏരിയ ഞാൻ പിടിക്കുന്നില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എനിക്കിതൊന്നും ആലോചിക്കാനുള്ള സമയമില്ലായിരുന്നു. ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുകയും ആ ട്രെയിലറെ കുറിച്ച് നല്ലത് പറയും. ആ സിനിമയ്ക്ക് ഒരു മേ ബി എനിക്ക് ഈ ഒരു ആദ്യ ദിവസം ആളിലോട്ട് എത്താനായിട്ട് വലിയൊരു കാരണം ട്രെയിലറാണെന്ന് കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ലിൻഡോൻ്റെ പേരും കൂടെ പറയണമെന്ന് തോന്നി. ലിൻഡോ പേരിലായിരുന്നു ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല സിനിമകൾ ഒരിക്കലും മലയാളം കൈവിട്ടിട്ടില്ല. മോഹിനിയാട്ടം വലിയൊരു ഹിറ്റായി മാറുന്നു. 3 ദിവസം ഓടട്ടെ, അതിൻ്റെ സക്സസ് ഞങ്ങൾക്കും കൂടാൻ സാധിക്കട്ടെ. അപ്പോൾ ഇനി ഒരുപാട് സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടിപൊളിയാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പ്രീ റിലീസ് സാധാരണഗതിയിൽ ആരും അങ്ങനെ ധൈര്യപ്പെടാറില്ല ഒരു പടത്തിൻ്റെ റിവ്യൂ എഴുതാൻ. അത് ആ ധൈര്യം സ്നേഹവും സപ്പോർട്ടും കാണിച്ച തരുൺ മൂർത്തിക്കും മിഥുൻ തോമസിനും ഒരുപാട് നന്ദി
രേഖപ്പെടുത്തുവാണ്. അവർ ആ സന്മനസ് കാണിച്ചു, ആ ധൈര്യം കാണിച്ചു. ആക്ച്വലി നമ്മുടെ പോലത്തെ സിനിമയ്ക്ക് വലിയ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റീസ് അവരൊക്കെ ചാൻസ് കിട്ടിയാൽ കണ്ടിട്ട് അങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും. സോ ആ 2 പോസ്റ്റുകൾ ഒരുപാട് നമ്മുടെ സിനിമയ്ക്ക് ഗുണം ചെയ്തു. അതുകൊണ്ട് അവരുടെ ഫോളോവേഴ്സിൻ്റെ ഫോളോവേഴ്സും അവരിലേക്കൊക്കെ ഈ പടം ഇങ്ങനത്തെ ഒരു പടമാണ്. ഇപ്പം നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയും. പക്ഷേ തരുണും മിഥുനൊക്കെ എഴുതിയിരിക്കുന്നത് എക്സാക്റ്റ് അവർക്ക് എന്താണ് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് വിത്തൗട്ട് സ്പോയിലേഴ്സ് അവർ വളരെ രസമായിട്ട് എഴുതി. അത് ഓഡിയൻസിലേക്ക് എത്തി. സോ അവർക്കൊരു വലിയ താങ്ക്സ്. താങ്ക് യു. നമസ്കാരം. ആദ്യം നമുക്ക് സോറി പറയുമ്പോൾ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഒരു ലൊക്കേഷൻ നോക്കാൻ പോകുന്നതുകൊണ്ടാണ് ലേറ്റായത്. മോഹിനിയാട്ടം ചെന്നോടത്തൊക്കെല്ലാം ഞാൻ ആ പള്ളിയിൽ ചെന്നപ്പോഴും ഭയങ്കര അഭിപ്രായമായിരുന്നു. കുർബാന കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഇന്നലെ പടം കണ്ടവരാണ്. അവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. എല്ലായിടത്തും പറഞ്ഞു. എൻ്റെ ഇന്നലെ ദോഹയെന്നും അവിടുന്ന് എല്ലാം വിളിച്ചിരുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സുരാജ് പറയുന്നുണ്ടല്ലോ, നീ ഇവിടെ വഴിപോക്കാതെ. അപ്പം ഇന്നലെ ഒരാൾ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു അവസാനം എൻ്റെ പേരെ അയാൾ മാറ്റിക്കളഞ്ഞു. ഈ പടത്തിൽ വഴിപോക്കാൻ പൊതുവാണ് നന്നായിട്ട് നന്ദി പൊതുവാണെന്നുള്ള പേര് പുള്ളി പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ വരാൻ സാധിച്ചത് വളരെ സന്തോഷം. പടം ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹിറ്റല്ല, പടം സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പങ്കെടുക്കുന്ന സംവിധായകൻ കൃഷ്ണദാസിനും പ്രൊഡ്യൂസർക്കും എല്ലാം വളരെയധികം നന്ദി. അതുപോലെ ഇതിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കും പ്രത്യേകിച്ച് ജിതേഷ്, അജ്മന, ജോലി ഇവർക്കെല്ലാം എൻ്റെ വളരെയധികം നന്ദി.